ഞാൻ പറഞ്ഞതെല്ലാം തെറ്റ്. അങ്ങ് പറഞ്ഞ വാക്കുകളുടെ അന്തരാർത്ഥം അന്ന് എനിക്ക് മനസ്സിലാക്കാനായില്ല. മാളവിക എന്റെ അനന്തരവളാണെന്ന് ഞാൻ വിശ്വസിച്ചു. അവളെ മരുമകളാക്കാൻ അതിമോഹം കാണിച്ചു. അതിന്റെ പേരില് വൈദേഹിയെ ഞാൻ ഒത്തിരി ദ്രോഹിച്ചു. ഇപ്പൊ അവളുടെ ജീവൻ പോലും അപകടത്തിലെ ഗുരുക്കളെ. ശാന്താദേവിയും വൈദേഹിയും സുരക്ഷിതരായിട്ട് ഞങ്ങളുടെ അടുത്ത് എത്തിക്കണം ഗുരുക്കളെ. ബന്ധങ്ങളെയും മനുഷ്യരെയും നമ്മളിൽ നിന്ന് അകറ്റാൻ എളുപ്പമാണ് കൗസല്യെ, അടുപ്പിക്കാനാണ് പാട്. എന്താ അമ്മേ? അമ്മേ, ദയവേദന എന്നെ അങ്ങനെ വിളിക്കരുത്. ഗുരുക്കൾ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. ശാന്തിയമ്മയെ ഞങ്ങൾക്ക് കിട്ടില്ല, വൈദേഹിയെ നഷ്ടപ്പെടുമെന്നാണോ പറയുന്നത്? ഊർമിളേ, എന്ത് തോന്നിയാസാ ഇത്? ഇപ്പൊ തന്നെ എന്റെ മോളെ നഷ്ടപ്പെട്ട വേദന എനിക്ക് താങ്ങാനാവുന്നില്ല. കൊച്ചുമോളെയും കൂടി എനിക്ക് നഷ്ടപ്പെടുമെന്ന് മാത്രം പറയില്ലേ ഗുരുക്കളെ. എന്റെ മോളെ, എന്റെ കൊച്ചുമോളെ എനിക്ക് തിരിച്ചു തരണം ഗുരുക്കളെ. മകളെ കാണാനുള്ള കൊതി കൊണ്ട് നീ ഇവിടെ കിടന്ന് പിടയുന്നു. അമ്മയെ കാണാനുള്ള ആവേശത്തിലാണ് അവൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. എന്നുവച്ചാ വൈദേഹി ശാന്തയുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നേ. അത് വളരെ വലിയ ആപത്താണ്. അജയ, നീ ദേവനെ ഒന്ന് വിളിച്ചേ. ഒപ്പ DSP ചന്ദ്രിക എങ്ങനെയെങ്കിലും പെട്ടെന്ന് പിടിക്കാൻ പറ. അത് മാത്രമല്ല, നമ്മുടെ ഹോം മിനിസ്റ്ററുടെ അപ്പോയിന്റ്മെന്റ് ഒന്ന് എടുക്കേ. ഞാൻ നേരിട്ട് എന്ന് കാര്യങ്ങൾ പറയാം. ഇനി കാലതാമസം എടുത്താ എന്റെ ശാന്തമ്മയുടെ ജീവന് പോലും ചിലപ്പോൾ അത് ആപത്തായി മാറും. ഇനി ക്ഷമിച്ചിട്ട് കാര്യമില്ല. എന്റെ അനുജത്തെയും അനന്തരവളെയും രക്ഷിക്കണമെങ്കിൽ ചന്ദ്രിക എങ്ങനെയെങ്കിലും അകത്താക്കണം. ആവേശം വേണ്ട ദശരഥരാമോർമ്മേ. ഇല്ല രാജഗുരുക്കളെ, അങ്ങേക്ക് ചന്ദ്രികയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. വൈദേഹി അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവൻ ആപത്താ. നമ്മുടെ പ്രവൃത്തിയുടെ ഫലങ്ങൾ എപ്പോഴും നമ്മുടെ വിധിലിഖിതത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും വർമ്മേ. ആ ചന്ദ്രികയ്ക്ക് എന്ത് ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ഞാനിപ്പോ ഹോം മിനിസ്റ്ററെയാണ് കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഹോം മിനിസ്റ്റർ വിചാരിച്ചാലും ഇനി നടക്കാൻ പോകുന്നതൊന്നും മാറ്റാൻ കഴിയില്ല. ഗുരുക്കൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഹോം മിനിസ്റ്റർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ പിന്നെ ആർക്കാ രക്ഷിക്കാൻ കഴിയുക? ആർക്ക് രക്ഷിക്കാൻ പറ്റുമെന്നല്ല വർമ്മേ, ആരെയാണ് രക്ഷിക്കേണ്ടതെന്നാണ് നീ ചോദിക്കേണ്ടത്. നിന്റെ അനുജത്തിയും അനന്തരവളും മാത്രമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്റെ കുടുംബം മൊത്തം അപകടത്തിലാണെന്നുള്ള കാര്യം നീ എന്തുകൊണ്ട് അറിയുന്നില്ല?
എന്റെ കുടുംബം മുഴുവൻ ആപത്തിലാണെന്നോ ഗുരുക്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സത്യമാണ് ദശരഥരാമവർമ്മേ. ഈ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് നിന്നെ ഞാൻ വിളിപ്പിച്ചത്. അവിടെ നിന്റെ അനുജത്തിയും അനന്തരവളും, ഇവിടെ നീയും നിന്റെ കുടുംബവും, നിങ്ങളെല്ലാവരും ഒരു ഭാഗത്ത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ബന്ധം മറ്റൊരു ഭാഗത്ത്. രണ്ടിനെയും തുലാസിൽ വച്ചിരിക്കുകയാണ് ആ മഹാദേവൻ. ഒന്നുകിൽ അവിടെ അവരെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങളെ. രണ്ടിലൊന്നേ രക്ഷപ്പെടുകയുള്ളൂ. മറ്റൊന്ന് നാമാവശേഷമാണ്. എന്താ ശബ്ദമൊന്നും കേൾക്കാത്തെ? എപ്പോഴും ഒച്ച വെച്ചോണ്ടിരിക്കുന്നതാണല്ലോ. ഏയ്, വാതിൽ തുറക്ക്. ഏയ്, വാതിൽ തുറക്കാൻ, തുറക്കാൻ. നടക്ക്. ചന്ദ്രിക ഇവിടെ നിന്ന് മാറിക്കിട്ടിയ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു. എന്നെ ഒന്ന് രക്ഷിക്ക്. ഈ ചന്ദ്രികയുടെ കാരാഗ്രഹത്തിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണേ. മാഡം നമസ്കാരമുണ്ട്. ദേ നിക്കണ്. ഹേയ് ഹായ്. നിങ്ങളെല്ലാം പുറത്തേക്ക് പൊയ്ക്കോ. ഞാൻ എന്റെ കൂട്ടുകാരിയോടൊന്ന് സംസാരിക്കട്ടെ. ശരി മാഡം. ഏയ് വാ 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 വാ, ഇരിക്കെ. എനിക്ക് നിന്നോട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ആകെ മൊത്തം നോക്കുന്നേ? ഇതെല്ലാം നമ്മുടെ വീടാ. വാ, വീടൊക്കെ ചുറ്റിക്കണ്ട് നമുക്ക് സംസാരിക്കാം. വാ. ദേ നോക്ക്, അതാണ് എന്റെ ബെഡ്റൂം. മോളില് ആരാ താമസിക്കുന്നേന്നറിയോ? ഗുരുക്കൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? രണ്ട് കൂട്ടരിൽ ഒരു വശത്തുള്ളവരെ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? ഗുരുക്കളെ, അതാണോ പരിഹാരം?
ഏതെങ്കിലും ഒരു ജീവൻ ബലി കൊടുത്താലേ പരിഹാരം ആവോങ്കി എന്റെ ജീവൻ എടുത്തോളൂ ഗുരുക്കളെ. എന്റെ കുടുംബത്തിൽ ആർക്കും ഒരു ആപത്തുണ്ടായിരുന്നു. എന്തുവമ്മേ എന്തിനാ കടന്ന് ചിന്തിച്ചിങ്ങനെ പേടിക്കുന്ന? അല്ലെങ്കിൽ തന്നെ അവരെ നമ്മളെ ശത്രുക്കളൊന്നും അല്ലല്ലോ. ആരെങ്കിലും ഒരാള് മാത്രം ജീവിക്കാൻ. വിധി ശത്രുക്കൾക്കിടയിലല്ല കുട്ടി, ബന്ധങ്ങൾക്കിടയിലും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തും. എന്തു പരീക്ഷണ ഗുരുക്കൾ ഉദ്ദേശിച്ചേ? ഗുരുക്കൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോ എനിക്കെന്തോ പേടിയാവുന്നു. ഞാൻ എന്താ ഇതിന് ചെയ്യേണ്ടത്? എന്ത് പരിഹാരം ഇതിനുള്ളത്? ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഇതിനുള്ള പരിഹാരം. ഏത് ചെറിയ പ്രയത്നവും കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ എന്റെ അനുജത്തി ശാന്തമ്മയെയും വൈദേഹിയെയും രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അപകടത്തിൽ ചെന്ന് അവസാനിക്കുന്നതാണ്. അച്ഛാ, വൈദേഹി ഞാൻ കണ്ടിരുന്നു അച്ഛാ. അവളെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നതാ. അപ്പോഴേക്കും ചന്ദ്രികയുടെ ആൾക്കാർ വന്ന് അവളെ കൊണ്ടുപോയി. ചന്ദ്രികയുടെ ആളുകൾ കൊണ്ടുപോയിന്നോ? ഞാൻ പറഞ്ഞതല്ലേ കൗസല്യേ, നിന്റെ പ്രയത്നങ്ങളാണ് എല്ലാം അപകടത്തിലേക്ക് നയിച്ചത്. ഇനി ആപത്തുണ്ടാകുന്നത് അവർക്കുമാകാം, ഇവിടെ നിൽക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കുമാകാം. ഞങ്ങൾക്ക് എന്ത് അപകടം ഉണ്ടാവുന്നു? ഓ, സാറിപ്പോഴല്ലേ വന്ന? കാര്യങ്ങളൊന്നും അറിഞ്ഞു കാണില്ല. ശാന്തിയമ്മായും വൈദേഹി ഇപ്പൊ ചന്ദ്രികയുടെ കസ്റ്റഡിയിലാണല്ലോ. ഒന്നുകിൽ അവര് ജീവനോട് രക്ഷപ്പെടും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മരണപ്പെടും. അതെന്താ അങ്ങനെ? അതങ്ങനൊക്കെയാ. ഒന്നുകിൽ അവിടെ ഉള്ളവര്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്നവര്, ഏതെങ്കിലും ഒരു ഭാഗം. ഇതെന്തൊരു കണക്കാ? അവരൊക്കെ ചന്ദ്രികയുടെ അടുത്തായതുകൊണ്ട് ചന്ദ്രിക അവരെ കൊല്ലാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമുക്കാരെ ശത്രു നമ്മളെ കൊല്ലാനായിട്ട്? അപകടങ്ങൾ പറഞ്ഞിട്ടല്ല മോനെ വരിക. വരേണ്ടതൊന്നും വഴിയിൽ തങ്ങില്ല, ഏത് രൂപത്തിലും അതിങ്ങെത്തും. ഏതെങ്കിലും ഒരു ഭാഗത്തുള്ളവരാ രക്ഷപ്പെടുമെങ്കിൽ അവരവിടെ രക്ഷപ്പെട്ട ഞങ്ങൾ ഇവിടെ കിടന്ന് ചാവും. അവര് ചത്താ ഞങ്ങൾ രക്ഷപ്പെടും. എങ്കിൽ പിന്നെ ചന്ദ്രികയെ വിവരം അറിയിച്ച് അവരെ അങ്ങ് കൊന്നു കളയാൻ പറയാം. ആർക്കും ഒരാപത്തും ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും രക്ഷപ്പെടുന്ന വിധത്തിൽ പരിഹാരം ഒന്നുമില്ലെന്നാണ് ഗുരുക്കളെ. മറ്റന്നാൾ ഞങ്ങൾ ഇവിടെ ഒരു ചണ്ഡിയാഗം നടത്തുന്നുണ്ട്. അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. അതുവരെ നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ സദാസമയം പ്രാർത്ഥനയിലും പൂജയിലുമായിരിക്കണം. ഞാനും ഇവിടെ നിത്യഹോമം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ആയിക്കോട്ടെ ഗുരുക്കളെ, പോയിട്ട് വരട്ടെ ഗുരുക്കളെ. ആ, ഗുരുക്കള് ആശ്രമത്തിലേക്ക് വിളിച്ചത് ശുഭവാർത്ത വല്ലോ അറിയിക്കാനെന്നാ കരുതിയെ. ഇങ്ങനെ മരണവിളി ഓതാനാണെന്ന് ആരറിഞ്ഞു? ഊർമിളെ, എന്റെ മോളെയും കൊച്ചുമോളെ ഓർത്ത് വേദനിച്ചിരിക്കുക ഞാൻ. അല്ല എന്തോമേ, അവരെ മാത്രം ഓർത്തോണ്ടിരുന്ന
നമ്മളെല്ലാരും കൂടി മുകളിലേക്ക് പോവില്ലേ? പിന്നെ എന്തിനാ അവരെ കുറിച്ച് ചിന്തിക്കണേ? വരുൺ, അപകടമാണെന്ന് പറഞ്ഞ എല്ലാം വിട്ടുകളയാൻ പറ്റുമോ? അവിടെ ഇപ്പൊ എന്റെ വൈദേഹിയുണ്ട്, എന്റെ അമ്മായിയുണ്ട്. അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? അച്ഛാ, ഞാനിപ്പോ അങ്ങോട്ടേക്ക് പോവാ. അതെ, നിക്ക് ദേവാ. അതെ വലിയ ദേവനോട് പോകണ്ടെന്ന് പറ. എന്റെ അനുജത്തിയും അനന്തരവളും അവിടെയുണ്ട്. അവരെ രക്ഷിക്കാൻ പോയേ തീരൂ. അവൻ പോയിക്കൊള്ളട്ടെ. അച്ഛാ, അച്ഛൻ വീട്ടിലേക്കല്ലേ? ഞാൻ എങ്ങനെയെങ്കിലും അവരുമായിട്ടേ വരൂ. പോയിട്ട് വരാ അച്ഛാ. നീ അവരെ രക്ഷിക്കാൻ പോ, അത് നിന്റെ ഇഷ്ടം. പക്ഷെ എനിക്ക് ജീവിക്കണം. ആര് വേണമെങ്കിലും ചത്തോട്ടെ, എനിക്ക് മരിക്കാൻ പേടിയാ. ആ, ഒരു ചായയില്ലല്ലോ. ആൾ അടിമുടി മാറി. നിന്റെ ഭർത്താവിന് പോലും സംശയം തോന്നിയില്ലേ? അതൊക്കെ എങ്ങനെയാ നീ മാനേജ് ചെയ്ത്? എന്റെ അമ്മ എവിടെ? എന്തിനാ നീ ഇങ്ങനെ തിരക്കൂട്ടുന്നേ? നിന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാനല്ലേ നിന്നെ പിടിച്ചോണ്ട് വന്നേ. പിന്നെ രണ്ടുപേരെയും ഒരുമിച്ച് എത്തിക്കേണ്ടടുത്തേക്ക് തന്നെ എത്തിച്ചേക്കാം. അതിനു മുൻപ് എന്റെ മോള് മാളവിക എവിടാന്ന് പറ. അതെനിക്കെങ്ങനെ അറിയാനാ? എന്നോട് വല്ലതും പറയാറുണ്ടോ? ആ വർമ്മ എന്റെ മോളെ എവിടെയാ ഒളിപ്പിച്ചതെന്ന് ആ വീട്ടിൽ താമസിക്കുന്ന നിനക്കറിയില്ലേ? അറിയില്ല. സത്യം പറഞ്ഞാ നിനക്ക് കൊള്ളാം. സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാവുന്ന കാര്യം ഞാൻ എന്തിനാ പറയാതിരിക്കുന്നേ? നിങ്ങള് എന്റെ അമ്മയെ കാണിക്കാന്ന് പറഞ്ഞല്ലേ വിളിപ്പിച്ചേ? അറിയായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞേനെ. എങ്കിൽ നീ ആ വർമ്മയെ ഒന്ന് വിളിക്കണമല്ലോ. എന്നിട്ട് മാളവിക എവിടെയാന്നൊന്ന് ചോദിക്കും. ആദ്യം എനിക്ക് എന്റെ അമ്മയെ കാണിച്ചതാ. സത്യമായിട്ടും എന്റെ അമ്മ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ? നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്താ ബന്ധം? സത്യം പറ, അമ്മ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടോ? അമ്മേ, അമ്മേ, അവിടെ അവിടെ നിക്കാൻ. അമ്മേ, വൈദേഹി, അമ്മേ, വൈദേഹി നിക്കാൻ. വൈദേഹി, അമ്മേ, അമ്മേ, അമ്മേ. മാഡം, മാഡം, ശാന്താദേവി രക്ഷപ്പെട്ടു മാഡം. എന്ത്? ശാന്താദേവി രക്ഷപ്പെട്ടു എന്നോ? അതെ മാഡം. എങ്ങനെയാടാ രക്ഷപ്പെട്ടത്? ശാന്താദേവി നീ എങ്ങോട്ടേക്കാ പറഞ്ഞേച്ചേ? അമ്മേ, അമ്മേ. ശാന്തേ, ശാന്തേ. ശോ, ഛേ. ശാന്തേ, ശാന്തേ, ശാന്തേ. ശാന്തേ, എടാ പിശാചിക്കളല്ലേ എവിടെ ചത്തോടുക്ക? ആ ശാന്ത രക്ഷപ്പെട്ടു കളഞ്ഞടാ. അമ്മ രക്ഷപ്പെട്ടല്ലോ. ഞാൻ പറഞ്ഞാണ് ഇപ്പൊ കൊണ്ടാവുന്നത്. എന്താണ് എന്താണ് മാഡം? എന്താ കാണിക്കുന്നേ? ആ ശാന്താദേവി രക്ഷപ്പെട്ടു. അവൾ എവിടെയാന്ന് വെച്ചാ പിടിച്ചോണ്ട് വാ. അയ്യോ, അവള് പോ. രക്ഷപ്പെട്ടോ? ഡാ, പെട്ടെന്നല്ലേ ഇവിടെ മുഴുവൻ അരിച്ചു വിറക്ക്. ഡാ, കിട്ടിയോടാ അവളെ? ഇല്ല മാഡം. ഒത്തിരി ദൂരം പോയിരിക്കില്ല. പെട്ടെന്ന് പോയി പിടിച്ചോണ്ട് വാ. ശരി. എടാ, കിട്ടിയോടാ? ഞങ്ങൾ നോക്കണേണ്.
ഡാ കണ്ടുകിട്ടിയോടാ? ഇല്ല മേഡം, കണ്ടിട്ടില്ല മേഡം. ഓ ഛേ. പത്തിരുപത് വർഷം അവളെ ഇവിടെ ചങ്ങലക്കിട്ടത് അവളിലൂടെ പലതും സാധിക്കാനായിരുന്നു. ആ ദശരഥരാമോർമ്മയ്ക്കെതിരെയുള്ള ബ്രഹ്മാസ്ത്രമായിരുന്നു അവള്. അവസാന നിമിഷം കൈവിട്ട് കളഞ്ഞല്ലോ. അവര് പോയാലെന്താണ് മേഡം? അവരുടെ മോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ.